ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വൻ പ്രതിഷേധം. ജോയിയുടെ മരണത്തിൽ മേയർക്ക് വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അതേസമയം ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷഫീദ്, കോർപ്പറേഷനെതിരെ എന്തൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്? അതോടൊപ്പം ജോയിയുടെ കുടുംബത്തിന്റെ നഷ്ടപരിഹാരം അത് സംബന്ധിച്ച തീരുമാനങ്ങൾ എപ്പോഴേക്ക് അറിയാൻ കഴിയും? ഇപ്പോൾ പ്രതിഷേധം അതേത് ഘട്ടത്തിലാണ്? ഷഫീദ്. ഈ ശുചീകരണ പ്രവർത്തിക്കിടെ ആമയിഴഞ്ചാൻ തോട്ടിലെ റെയിൽവേ പരിധിയിലുള്ള ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയ് വീണ് മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം തിരുവനന്തപുരത്ത് അരങ്ങേറുകയാണ്. നഗരസഭയിലേക്ക് കാര്യമായ പ്രതിഷേധം, BJP കൗൺസിലർമാരുടെ പ്രതിഷേധം രാവിലെ ഉണ്ടായി. പിന്നാലെ അതിന് യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും നഗരസഭയിലേക്കുണ്ട്. അതേസമയം ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുകയാണ്. ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദി ഇന്ത്യൻ റെയിൽവേ ആണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രധാനമായും ആരോപിക്കുന്ന കാര്യം. കൃത്യമായ സമയത്ത് മാലിന്യ നീക്കം നടത്തിയില്ല, നഗരസഭയുടെ നോട്ടീസുകളുടെ മുഖം തിരിച്ചു അടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾ അത് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാത്തതിലടക്കം ഡിവൈഎഫ്ഐ പ്രതിഷേധം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും നഗരസഭയിലേക്കുണ്ടാകും. പ്രതിപക്ഷ സംഘടനകൾ അത് നഗരസഭയുടെ വീഴ്ച അല്ലെങ്കിൽ നഗരസഭയുടേതു കൂടെ വീഴ്ച എന്ന് പറയുമ്പോൾ ഡിവൈഎഫ്ഐ ആകട്ടെ ഇക്കാര്യത്തിൽ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ മാത്രം വീഴ്ചയാണെന്നുള്ള കാര്യമാണ് നിലവിൽ പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇവരെ തടയാൻ കാര്യമായ പോലീസ് സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരി ഷഫീദ്. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയി മരിച്ചതിൽ വൻ പ്രതിഷേധം തലസ്ഥാനത്ത് കനക്കുകയാണ്.